ഇത് നമ്മൾ ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. കുറച്ച് എരിവുള്ള നല്ല കറുമുറ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ഡയമണ്ട് കട്ട് ഉണ്ടാക്കില്ലേ, ഡയമണ്ട് കട്ട് പക്ഷെ നമ്മൾ പഞ്ചസാരയിൽ വിളയിച്ചിട്ടുള്ള റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് അതേപോലെ തന്നെ, പക്ഷെ ഇത് സ്പൈസി ആയിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരച്ചിട്ട് ചേർക്കും. അപ്പോൾ ഒരു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. റെഡിയാക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയാക്കി ചെല്ലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഒരു 1 pot മീൽ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. അതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ തന്നെ നമ്മുടെ കറുമുറ സ്നാക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാനിവിടെ നോക്കിക്കേ, ഒരു 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മുഴുവനായിട്ടുള്ള മുളക് എടുക്കുക. ഇപ്പോൾ മുഴുവനായിട്ടുള്ള മുളക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ പൊടിയാകുമ്പോൾ ഒരു 1/2 tablespoon ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കുറച്ച് ചേർത്താൽ മതി. ഇതും കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. സാധാരണ വെള്ളം. അപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ. ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 കൂടിയിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ തന്നെ ചെയ്യുക. ഗോതമ്പ് പൊടിയിൽ തന്നെ ചെയ്യണ്ട കേട്ടോ. പകുതി മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കാം. 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായിരുന്നാലും അളവെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഒരു കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കൊരു ഏകദേശം അളവിൽ ഇപ്പോൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സിങ് റെഡി ആയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് രണ്ടാമത് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കായം പൊടിച്ചതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓമം ഒന്ന് പൊടിച്ചിട്ട് അതും കുറച്ച് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓമം നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓമം ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 tablespoon നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കുക. ഇപ്പോൾ നെയ്യും ബട്ടറും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ചേർത്താലും മതി. പക്ഷേ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ ഒന്ന് ചൂടാക്കിയിട്ട് ബട്ടറാണ് ചേർക്കുന്നത്. നെയ്യ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക. ബട്ടർ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നെയ്യ്. അപ്പോൾ ഞാൻ ബട്ടർ നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 tablespoon നെയ്യ് ചേർക്കാം. നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചേർത്തിട്ട് നമ്മളിത് വറുത്ത് കോരി എടുക്കില്ലേ, അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ അതിൻ്റെ മുരിച്ചലിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ച് വെച്ചേക്കണ നമ്മുടെ വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ടുള്ള മിക്സിങ് ഉണ്ടല്ലോ, ആ മിക്സിങ്ങും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഒന്നും ശരിക്കും അരഞ്ഞു കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. മിക്സിയുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് എടുത്തു. ഇങ്ങനെ വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. കറിവേപ്പില ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കില്ല, അതേപോലെ കുഴച്ചിട്ടെടുക്കാം. ഫസ്റ്റ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആവണ പോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം നമുക്ക്. ആ വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓമം കൂടിയിട്ട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓമം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓമം കൂടിയിട്ട് ചേർക്കാം.
ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുക. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ, കാരണം ഇതിലേക്ക് നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ അത്രയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അരച്ചും ചേർത്തിട്ടുണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ, അപ്പോൾ കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവുള്ളൂ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് വെള്ളം ഒഴിക്കാൻ പോണതിന് മുമ്പ് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ അത്യാവശ്യം ഒരു നനവൊക്കെ ഉണ്ടാവും അതിനകത്ത്. പിന്നെ നിങ്ങൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ട് എടുക്കുന്ന ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഗോതമ്പ് പൊടിക്ക് കട്ടി ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട കേട്ടോ. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പൊടി ഇതേപോലെ ഇങ്ങനെ കുഴച്ചിട്ട് കുറേ സമയം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളിച്ചു പോകും. അപ്പോൾ അതിപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2 ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 3 ആക്കിയിട്ട് എടുക്കുക. അത് നമ്മൾ പരത്തുന്ന സ്ഥലത്തെ സ്പേസ് അനുസരിച്ചിട്ടുള്ള ബോളാക്കിയിട്ട് എടുക്കുക. ഒരു അത്യാവശ്യം കുറച്ച് വലുതെടുത്തോ, 2 ആക്കിയിട്ട് എടുത്തോ, കുഴപ്പമില്ല. ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് വരില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തണുത്ത പോലെ തന്നെയായിപ്പോൾ. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ പരത്താൻ പോണതിന് മുമ്പ് ഞാൻ കുറച്ച് പൊടിയൊന്ന് വെതറി കൊടുക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇത് ഡയമണ്ട് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണ സമയത്ത് ഇതാകെ നമ്മുടെ കൗണ്ടർ ടോപ്പ് മുട്ടി പിടിച്ചിരിക്കും. അപ്പോൾ കുറച്ച് പൊടി ഇതേപോലെ നമ്മൾ ഇത്രയ്ക്ക് കുറച്ച് വലുതാക്കിയിട്ട് പരത്തുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ഒന്ന് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ നല്ല കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പോകണം. ചൂണി പൊടിയിട്ടെ, അതിന് ചിലപ്പോൾ അവസാനം നമുക്ക് പണി കിട്ടും. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെല്ലാവരും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ നമ്മുടെ ഓയിലിലേക്ക് ഇടാം. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഓയിലിട്ടിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് താനെ സെപ്പറേറ്റ് ആയിക്കോളും. അത് നിങ്ങൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ പൊടി വെതറിയിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളിത് എടുക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. ഇത് നോക്കിക്കേ, നമ്മൾ ഒരുമിച്ചല്ലേ ഇട്ടത്, പക്ഷേ ഇത് ഓയിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കാം. അതിപ്പോൾ നന്നായിട്ട് പൊളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊളച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതേപോലെ ഓയിൽ നന്നായിട്ട് തിളയ്ക്കണം. പക്ഷേ തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇത് ശരിക്കും നമുക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. മുറിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം കൂടുതലെടുക്കും. അത് നമുക്കറിയാമല്ലോ, മൈദപ്പൊടിയൊക്കെ അല്ല ഗോതമ്പൊടിയൊക്കെ വേകാൻ വേണ്ടിയിട്ട് എന്തോരം സമയം എടുക്കുന്നു. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് കളർ മാറും. നമ്മൾ വറുത്ത് കോരി എടുക്കും. ലാസ്റ്റ് നമ്മൾ
ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ തണുത്ത പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇതും ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അത് നോക്കിക്കേ, ഇതെല്ലാവരും നമ്മൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് നന്നായിട്ട് പൊളച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. പിന്നെ മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ കുറേ നേരം ഇട്ട് മൊരിയിച്ചിട്ട് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. അത് നിങ്ങൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മൊരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ ആ ബട്ടറോ നെയ്യ് ചേർക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ. ബട്ടറോ നെയ്യോ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ബട്ടർ നെയ്യ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഓയിൽ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ അത്രയ്ക്ക് തന്നെ ചേർക്കണം. ഞാൻ ഒരെണ്ണം കഴിച്ച് നോട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ്. ഞാൻ വറുത്ത് കഴിഞ്ഞപ്പോൾ 2 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. നമുക്ക് കടയിൽ പോലും ഇതേപോലെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാം. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ചെറുതായിട്ട് എരിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും.